എന്താ കുഴപ്പം? ടു ബി വെരി ഫ്രാങ്ക് 100% ഫ്രാങ്ക്. ചാക്കോച്ചൻ അല്ല ഇന്റർവ്യൂ വിട്ടുപോയി. മോഹൻലാൽ ബോബൻ എന്നാ വിളിക്കുന്നല്ലേ? ചാക്കോച്ചൻ എന്നുള്ള പേര് പുള്ളി വിട്ടുപോയി. ബോബൻ കുഞ്ചാക്കോ ചാക്കോച്ചൻ എന്ന് വിളിച്ചാലും കുഴപ്പമില്ല, അത് വിളിക്കാൻ പറ്റത്തില്ല. ഒന്നപ്പൻ്റെ പേര് അപ്പൂപ്പൻ്റെ പേരോ, പുള്ളിക്കൊരു പേരില്ല. ഇതിൽ പാട്ടൊക്കെ ഉള്ളത് ചാക്കോച്ചിന് മാത്രമാണ് എന്ന് നിങ്ങളുടെ ചാക്കോച്ചിന് മാത്രമാണ് റൊമാൻസ് പാട്ട്. അതെന്താ ചാക്കോച്ചിന് നിങ്ങളുടെ കൂട്ടത്തിൽ അത് വഴങ്ങൂന്നാണോ? അതല്ല, ആ കൂട്ടത്തിൽ കുറച്ച് ഒഴിവുള്ള ഒരാൾ പുള്ളി. പൊതുവേ ഇവരുടെ കൂടെ അഭിനയിക്കുന്നവർ പറഞ്ഞേക്കാറുണ്ട്. ഇപ്പം മമ്മൂക്കയാണെങ്കിൽ ഈ ഡയലോഗ്സിന്റെ മോഡുലേഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പല ഡയലോഗ് ഇങ്ങനെ പറഞ്ഞു നോക്കൂ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കണ്ടുപിടിക്കും എന്നൊക്കെ. അങ്ങനെ എന്തെങ്കിലും ഒരു ലേണിംഗ് പ്രോസസ്സ് ഉണ്ടായിട്ടുണ്ടോ? ഈ സിനിമയിലില്ല അങ്ങനെ. അല്ല, എന്നെ തിരുത്തിയിട്ടുണ്ട്. ഡയലോഗ് പറയുന്ന സമയത്ത് ഈ സ്പീഡ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഇങ്ങനെ പ്ലേസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ട്യൂഷനൊക്കെ തന്നിട്ടുണ്ട്. രണ്ട് ഈ ബിഗ് ഗെയിംസ് ഒരുമിച്ച് സ്ക്രീനിൽ നമ്മൾ കാണുമ്പോൾ ആഘോഷിക്കാൻ തയ്യാറായിരിക്കുന്ന ആയിരങ്ങൾ പുറത്തുണ്ട്. അങ്ങനെയുള്ള ആഘോഷ സീനുകളൊന്നുമില്ല. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മറ്റത് പോകും കഴിയുന്നു. ഈ ആഘോഷിക്കാനുള്ള ഐറ്റം പോയിട്ട് ക്യാരക്ടറിൻ്റെ കൂടെ പോകും. വളരെ ഇമോഷണലി ലിങ്ക്ഡാണ് നമ്മുടെ ക്യാരക്ടർ. ഈ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പടത്തിൽ. അത് നമ്മൾ കാണിക്കുന്നത് കെട്ടിപ്പിടിക്കുന്നു നോക്കുന്നതല്ല, പക്ഷേ അത് എന്താ പറയുക, അതിനകത്ത് മയങ്ങി കിടപ്പുണ്ട് ആ ഫ്രണ്ട്ഷിപ്പ്. മോഹൻലാലിനെ അഭിനയിപ്പിക്കാം എന്ന് സാറാണ് പറഞ്ഞത് എന്ന് പറഞ്ഞല്ലോ. അഭിനയിപ്പിക്കാൻ ട്രൈ ചെയ്ത് നോക്കാം, പുള്ളിക്ക് സമയം ഉണ്ടാവണ്ടേ. നമ്മളിങ്ങനെ ആലോചിച്ചു ഒന്ന് സംസാരിച്ച് നോക്കാം. അപ്പോൾ അങ്ങനെ തോന്നാൻ കാരണം എന്താ? എന്തിനാ പോയിട്ട് ഹിന്ദിക്കാരെ കൊണ്ടുവന്നിട്ട് വലിയ പേരുകളൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ വലിയ ആൾക്കാർക്ക് ഇവിടെ ഇല്ലേ? ഇത്രയും വലിയ സ്കെയിലിൽ ഇത്രയും നല്ലൊരു ക്വാളിറ്റി, ഇതൊരു സ്റ്റെപ്പാണ്. ഇത് നമ്മുടെ വിചാരിച്ച പോലെയൊക്കെ ഇതിനൊരു ഫലമുണ്ടാകുകയാണെങ്കിൽ മലയാള സിനിമയുടെ വേറെ ലെവലാണ്. മമ്മൂക്ക, നിങ്ങൾ യൂണിഫോം ആയിട്ട് ഇട്ടതാണോ? ഇത് യൂണിഫോം ഒന്നുമില്ല. കളർ ഒരേ കളർ പിടിച്ചതാണോ? രണ്ട് കളർ ഒരേ കളറല്ല. കണ്ടാൽ പെട്ടെന്ന് ഒരേ കളർ തോന്നും. അപ്പം എന്നെ കണ്ട ചാക്കോച്ചനെ തോന്നുന്നുണ്ടോ? ഇല്ല, അത് തോന്നില്ല. ചാക്കോച്ച, ഹൂ ഈസ് ദ ഹീറോ? എവരിവൺ ഈസ് ദ ഹീറോ. ആണോ? എവരിബഡി ഈസ് എ ഹീറോ. ഇതിൽ ചോദിക്കുന്നുണ്ടല്ലോ, ആർ യു എ ടെററിസ്റ്റ് എന്ന് ചോദിക്കുമ്പം ഐ എം എ പേട്രിയറ്റ് എന്ന് പറയുന്നുണ്ട്. പേട്രിയറ്റിസം എന്ന് പറഞ്ഞാൽ എന്താണ് മമ്മൂക്കി? പേട്രിയോട്ടിസം സ്വന്തം രാജ്യത്തെയും രാജ്യത്തെ ജനങ്ങളെയും രാജ്യത്തെ സംസ്കാരത്തെയും ഒക്കെ സ്നേഹിക്കുന്നവരാണ്. ഈ മഹേഷ് നാരായണൻ്റെ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇത് പൊളിറ്റിക്കൽ ആയിരിക്കും. നമ്മൾ ഇതിൻ്റെ ട്രെയിലറൊക്കെ കാണുമ്പം അതിൻ്റെ കണ്ടന്റ് എപ്പോഴും പറയുന്ന പോലെ പ്ലോട്ട് ഡ്രിവൺ ആണ് സിനിമ, ഇതിൻ്റെ ഹീറോ അതാണ് എന്നാണ് പറയാറ്. അപ്പോൾ അത്രയും വലിയ കണ്ടന്റ് ഇതിൽ സംസാരിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത്ര ഒരു കണ്ടന്റ് എത്രത്തോളം റെലവൻ്റ് ആണ് ഇന്ന് സംസാരിക്കാൻ? ഇത് പൊളിറ്റിക്സ് അല്ല റെലവൻറ്റ്. ആക്ച്വലി ഒരു ടെക്നോളജിയുടെ മിസ്യൂസാണ് പ്രധാന വിഷയം. ടെക്നോളജി ഇഫ് ഇറ്റ് ഗോസ് ടു റോങ് ഹാൻഡ്സ് എന്ത് സംഭവിക്കാം എന്നേ ഉള്ളൂ. സംഭവിച്ചിട്ടില്ല, സംഭവിക്കാം. അതാണ് ഞങ്ങൾ പറഞ്ഞത്. നടന്നതല്ല, നടക്കുന്നതല്ല, നടക്കരുതാത്തതാണ്. അത് നല്ല പ്രയോഗമായിരുന്നു. പ്രയോഗമുണ്ട്. താങ്ക് യു. ചാക്കോച്ച, മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് അഭിനയിക്കാൻ വന്നാൽ ചാക്കോച്ചൻ ഉണ്ടാകും എന്നത് മസ്റ്റാണോ? ഞാനില്ലാത്ത എത്രയോ സിനിമകൾ അഭിനയിച്ചിരിക്കുന്നത്. 58 സിനിമകൾ അല്ലേ? 56. അത് ഇവര് പറയുമ്പോൾ അറിയുന്നല്ലേ? അതെ. ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ മലയാള സിനിമ പ്രേക്ഷകർ എപ്പോഴും മനസ്സിൽ കാണുന്ന രണ്ടുപേര് അങ്ങനെ ഒരുപാട് സിനിമകൾ ഒരുമിച്ച് അഭിനയിക്കുന്നു പറയുമ്പോൾ തന്നെ അത് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നല്ല സിനിമയ്ക്ക് വേണ്ടി ഏത് രീതിയിലും ആൾക്കാർ യോജിക്കുന്നു എന്ന് പറയുന്ന വളരെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ യുണീക്കായിട്ടുള്ള ഒരു സെനാരിയോ മലയാള സിനിമയിലുണ്ട്. അൺകണ്ടീഷണൽ സപ്പോർട്ട്. അപ്പോൾ അത് പേട്രിയറ്റിലും അത് തുടരുന്നു. അതിൽ പറയുന്ന പോലെ ഒരാളല്ല ഹീറോ, ഇനിയുണ്ടാവും, എല്ലാവരും ഹീറോസ് ആണ് എന്നുള്ളൊരു രീതിയിലാണ് ഈ സിനിമ നമ്മൾ കൺസീവ് ചെയ്തിരിക്കുന്നത്, പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഇതിൽ പാട്ടൊക്കെ ഉള്ളത് ചാക്കോച്ചിന് മാത്രമാണ് എന്ന് നിങ്ങളുടെ റൊമാൻസ് പാട്ട്. അതെന്താ ചാക്കോച്ചിന് നിങ്ങളുടെ കൂട്ടത്തിൽ അത് വഴങ്ങൂന്നാണോ? അതല്ല, ആ കൂട്ടത്തിൽ കുറച്ച് ഒഴിവുള്ള ഒരാൾ പുള്ളി. ബാക്കിയുള്ളവർക്ക് ഒരുപാട് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതും പുള്ളി സീരിയസ് ആയിട്ട് തന്നെ ചെയ്യുന്നു. പക്ഷെ അത് പണം കാണുമ്പോൾ അതിന്റെ വ്യത്യാസം മനസ്സിലാവും. അതൊരു ലവ് സോങ് ആണെങ്കിലും കണ്ടിരിക്കുമ്പോൾ നമുക്ക് പേടിയാ. കാരണം ആ ഫോൺ അവിടെ ഒരു ടൂളായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പൊ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്ന ഒരു പേടി. നേരത്തെ പറഞ്ഞ പോലെ ടെക്നോളജിയുടെ ഒരു മിസ്യൂസ് അല്ലെങ്കിൽ ആൾക്കാരെ ഏത് രീതിയിലാണ് യൂസ് ചെയ്യപ്പെടുന്നത്, എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ ഒരുപാട് സംഭവങ്ങൾ കേൾക്കുന്നില്ലേ. ഒരു ഡേ
ഫോൺ വഴിയുള്ള അല്ലെങ്കിൽ മറ്റുള്ള സ്കാമുകളും ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള സ്കാമും ക്രൈംസും ഒരുപാട് വരും. ഇതിലൊരു മേജർ അട്രാക്ഷൻ ഓഫ് കോഴ്സ് ഈ ബിഗ് ഗെയിംസ് ഒരുമിച്ച് വരുന്നു എന്നുള്ളതാണല്ലോ. ഇപ്പം സാറ് പറഞ്ഞ പോലെ അൺകണ്ടീഷണൽ സപ്പോർട്ട് ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇവരുടെ ഫാൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫൈറ്റ് ചെയ്യുന്നവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ നിങ്ങൾ അങ്ങോട്ട് വെക്കുന്നത് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ്, ഇങ്ങനത്തെ ഫൈറ്റൊന്നും ഞങ്ങളെ ബാധിക്കുന്നില്ല, ഞങ്ങൾ ആ സൗഹൃദമാകട്ടെ ആ അസോസിയേഷൻ ആകട്ടെ ഇതൊക്കെ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാണ്. ആ ഒരു അവരും ശരിക്കും സിനിമയല്ലേ കാണാൻ വരുന്നത്. അതെ, ദേ ആർ ആക്ച്വലി സെലിബ്രേറ്റിംഗ് ദ സിനിമ, ആരുടെ ആയിക്കോട്ടെ. അപ്പോൾ അവരാണ് സിനിമ വ്യൂവേഴ്സ്, ഈതർ ഓർ അതർ അല്ലേ. അതെ. അപ്പോൾ അവരാണ് സിനിമയുടെ ഏറ്റവും വലിയ സപ്പോർട്ടേഴ്സ്. ഈ വല്ലാത്ത ഫാൻ ഫൈറ്റ് ഉണ്ടാകുന്നത് ശ്രദ്ധിക്കാറുണ്ടോ? അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. അത് അവർ സിനിമയാണല്ലോ, അവരെ എന്തായാലും സിനിമയാണല്ലോ, അവരെ യോജിപ്പിക്കുന്നതും വഴക്കുണ്ടാക്കുന്നതും തർക്കിപ്പിക്കുന്നതും ഒക്കെ സിനിമയല്ലേ. അതെ, അത് സിനിമയ്ക്ക് സിനിമയുടെ പേരിലാണല്ലോ, സിനിമയുടെ പേരിലാണല്ലോ എന്നുള്ള സമാധാനം. യെസ്. ഇവരൊരുമിച്ച് പെർഫോം ചെയ്യുന്ന കാണുമ്പോഴുള്ള ആ ഒരു രസമുണ്ടല്ലോ, അതിൻ്റെ ഒരു വലിപ്പമൊക്കെ മാറിയല്ലോ. ഒത്തിരി കാലം നമ്മളുണ്ട് എല്ലാവരും കൂടെ. നമ്മൾ മറ്റേ ഫഹദ് നമ്മുടെ കൂടെ ഇല്ല. നിങ്ങൾ ഇല്ലേ കോമ്പിനേഷൻ? ഞാനും ചാക്കോച്ചനും കൂടെ സീനുണ്ട്. ഓ, നിങ്ങൾ മൂന്നുപേരായിട്ട് വരുന്നില്ല. ഓക്കെ. ഞാനും ലാലും കൂടെ ഉള്ള വേറെ സീനുകളിൽ വേറെ ആരുമില്ല. എപ്പോഴും ഒരു അൺപ്രഡിക്റ്റബിൾ ആർട്ടിസ്റ്റ് എന്നാണ് ഇപ്പോഴും പറയുക. ഇത്രയും സിനിമകൾക്ക് ശേഷവും ഞങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ മമ്മൂട്ടി ഫാൻസ് പറയാറുണ്ട് യു ആർ ബിഹൈൻഡ് ക്ലാസ്, ഓൺലി ക്ലാസ് എന്ന്. ഈ അൺപ്രഡിക്റ്റബിലിറ്റി കീപ്പ് ചെയ്യുക, അറിയാൻ ഒരുപാട് പാഷൻ ഉണ്ട്, അതിനപ്പുറത്തേക്കൊക്കെ ഇതിനെടുക്കുന്നൊരു എഫേർട്ട് എന്താ? അല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഒരു പടത്തിന് വേണ്ടി ഞാൻ കുറച്ച് എഫേർട്ട് എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് എഫേർട്ട് എടുക്കണമെന്നല്ല. എല്ലാ പടത്തിനും അത് ഡിമാൻഡ് ചെയ്യുന്നൊരു എഫേർട്ട് വേണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മളിപ്പോൾ എന്ത് ചെയ്താലും അതിനൊരു എഫേർട്ട് വേണം. അല്ലാണ്ട് നത്തിങ് ഈസ് ഈസി ഇൻ സിനിമ അങ്ങനെ വിചാരിക്കരുത്. കണ്ടാത്തൊന്നും ഈസിയാണെന്ന്. ഇറ്റ്സ് നോട്ട് ഈസി ആക്ച്വലി. അതിനെല്ലാത്തിനും എഫർട്ടുണ്ട്. എഫർട്ട് ഇട്ടേ പറ്റൂ. നമ്മൾ ഇതിനാണെങ്കിലും ശരി അതിനാണെങ്കിലും ശരി അത് വളരെ ഈസി ആണല്ലോ എന്ന് പറയുമ്പോൾ പടം കാണുമ്പോൾ തോന്നുന്നതായിരിക്കും ഓ ഇത് വല്ലാണ്ട് കഷ്ടപ്പെട്ട. അങ്ങനെയില്ല, എല്ലാത്തിലും എഫർട്ട് ഡിഫറൻ്റ് ആയിരിക്കും, പക്ഷേ എഫർട്ട് ഈസ് ദെയർ. പൊതുവേ ഇവരുടെ കൂടെ അഭിനയിക്കുന്നവർ പറഞ്ഞേക്കാറുണ്ട്. ഇപ്പം മമ്മൂക്കയാണെങ്കിൽ ഈ ഡയലോഗ്സിൻ്റെ മോഡുലേഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പല ഡയലോഗ് ഇങ്ങനെ പറഞ്ഞു നോക്കൂ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കണ്ടുപിടിക്കും എന്നൊക്കെ. അങ്ങനെ എന്തെങ്കിലും ഒരു ലേണിംഗ് പ്രോസസ്സ് ഉണ്ടായിട്ടുണ്ടോ? ഈ സിനിമയിലില്ല അങ്ങനെ. അല്ല, എന്നെ തിരുത്തിയിട്ടുണ്ട്. ഡയലോഗ് പറയുന്ന സമയത്ത് ഈ സ്പീഡ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഇങ്ങനെ പ്ലേസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ട്യൂഷനൊക്കെ തന്നിട്ടുണ്ട്. ആണല്ലേ? ഉറപ്പായിട്ടും. തിരിച്ചേ കൂടെ അഭിനയിക്കുന്നവരിൽ നിന്ന് എന്തെങ്കിലും പഠിക്കുക ഇവർ പറയുന്ന പോലെ അങ്ങനെ തോന്നാറുണ്ടോ? എന്താ കുഴപ്പം? അവർ പറഞ്ഞൊക്കെ അല്ല, അങ്ങനെ കൂടുതൽ ഒബ്സർവ് ചെയ്യുന്ന അങ്ങനെ നമ്മൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. അപ്പം അങ്ങനെ പറയോ, ഞാൻ ഇങ്ങനെ പറയട്ടെ, അങ്ങനെയൊക്കെ പറയും. അല്ലാതെ നമ്മളെല്ലാം കൂടെ പഠിച്ച് പാസ്സായിട്ട് വലിയ പ്രൊഫസറൊന്നും അല്ലല്ലോ. എല്ലാവരും ലേണിംഗ് ആണെന്നേ, അങ്ങോട്ടും ഇങ്ങോട്ടും ലേണിംഗ് ആണ്. അതൊന്നും വലിയ അത്ഭുത കാര്യമല്ല. നമ്മളും ഈ അവരിൽ നിന്ന് ഒരുപാട് ഞാൻ ടു ബി വെരി ഫ്രാങ്ക് 100% ഫ്രാങ്ക്, ഞാൻ ഈ പിള്ളേർ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താ ഇവന്മാർ ചെയ്യുന്നത് നോക്കുന്നുണ്ട്. അത് നമുക്ക് വല്ലതും പറ്റും. നമുക്കെല്ലാം പറ്റില്ല അവർ കാണിക്കുന്നത്, അവരുടെ പ്രായമല്ലല്ലോ. സംതിങ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും. അതിനൊന്നും നമ്മൾ ഞാനിത് കാണാൻ പഠിച്ചു വന്നതാണെന്ന് പറയാൻ നോക്കുന്നില്ല. നമ്മളാരും എക്സ്പേർട്സ് എല്ലാവരും എഫർട്ട് ഇടുന്ന ആൾക്കാരാണ്. ചാക്കോച്ചനിലെ ആക്ടറിൽ ഏറ്റവും ശ്രദ്ധിച്ച അങ്ങനെ പ്രത്യേകത എന്തായിരിക്കും? ചാക്കോച്ചൻ്റെ ഒരു ഗുണം എന്തായാലും ചാക്കോച്ചന് ഒരു സ്വീറ്റ്നെസ് ഉണ്ടല്ലോ അല്ലേ. പക്ഷേ റീസെൻ്റ്ലി ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ എക്സ്പ്ലോർ ചെയ്യുന്ന ആളാണ്. അതെ, ഭയങ്കര പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ചിലരൊക്കെ പറയാറുണ്ട്, പ്രത്യേകിച്ച് പ്രായവരൊക്കെ പറയാറുണ്ട് ചാക്കോച്ചൻ്റെ പണ്ടത്തെ ആ സ്വീറ്റ് സൈഡ് ഉണ്ടല്ലോ മിസ് ചെയ്യുന്നുണ്ടെന്ന്. നിങ്ങൾക്കത് മിസ് ചെയ്യാറുണ്ടോ? ഇല്ലല്ല, ഞാൻ റിയൽ ലൈഫിൽ സ്വീറ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, അത്ര സിനിമകൾ മിസ് ചെയ്യാറുണ്ടോ? പക്ഷെ അത് വേറെ രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമായിരിക്കും പറഞ്ഞ പോലെ. പക്ഷെ അത് ക്യാരക്ടറും ആ സിനിമ ചാക്കോട്ടൻ അല്ല ഇന്റർവ്യൂ വിട്ടുപോയി. മോഹൻലാൽ ബോബൻ എന്നാ വിളിക്കുന്നല്ലേ? ചാക്കോച്ചൻ എന്നുള്ള പേര് പുള്ളി വിട്ടുപോയി. ബോബൻ കുഞ്ചാക്കോ ചാക്കോച്ചൻ എന്ന് വിളിച്ചാലും കുഴപ്പമില്ല, അത് വിളിക്കാൻ പറ്റത്തില്ല. ഒന്നപ്പൻ്റെ പേര് ഒന്നപ്പൻ്റെ പേരുമോ, പുള്ളിക്കൊരു പേരില്ല. അതിനാണ് എല്ലാവരും കൂടി ചാക്കോച്ചനാക്കിയത്. എന്താ പറഞ്ഞു വന്നേ? സ്വീറ്റ് സൈഡ് അല്ല, അതൊക്കെ കഴിഞ്ഞു. അല്ല, അതാ പറഞ്ഞത് പണ്ടത്തെ സിനിമ, അങ്ങനത്തെ സിനിമകൾ മിസ് ചെയ്യുന്നുണ്ടോ? അത് പുള്ളിക്ക് മിസ് ചെയ്യുന്നുണ്ട്. അല്ല, ചാക്കോച്ചൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല പുതിയ പാതകൾ വെട്ടിത്തുറക്കില്ലേ. മറ്റേ കേസ് കൂട്ടലൊക്കെ പ്രത്യേകിച്ച് വേറെ സ്ഥലം ഇങ്ങനെ ചോദിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ. ചാക്കോച്ചൻ പല്ല് മാറ്റി വന്ന സിനിമ ഹിറ്റാവുന്ന ചില കരക്കമ്പികൾ ഉണ്ടാവും.
അഭ്യൂഹങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇല്ല, കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അത്രേ ഉള്ളൂ. അല്ലാതെ സിനിമ ഹിറ്റാകാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു ഫോർമുലയൊന്നും അല്ലെങ്കിൽ ഇത് വെച്ചാൽ മാത്രം ഹിറ്റ് അടിക്കുന്നു അങ്ങനെയൊന്നും ഇല്ലല്ലോ. അക്കച്ചൻ കുറച്ച് കളർ മാറ്റിയപ്പോൾ നമ്മൾ ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി. അതെ അതെ ശരിയാ, ഫുൾ ഗ്രേ ഉള്ളൂ അല്ലേ? അതെ. ഈ ബിഗ് ഗെയിംസ് ഒരുമിച്ച് സ്ക്രീനിൽ നമ്മൾ കാണുമ്പോൾ ആഘോഷിക്കാൻ തയ്യാറായിരിക്കുന്ന ആയിരങ്ങൾ പുറത്തുണ്ട്. അങ്ങനെയുള്ള ആഘോഷ സീനുകളൊന്നുമില്ല. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മറ്റത് പോകും കഴിയുന്നു. ഓക്കെ, ഈ ആഘോഷിക്കാനുള്ള ഐറ്റം പോയിട്ട് ക്യാരക്ടറിൻ്റെ കൂടെ പോകും. അതിനുള്ള കയ്യടികളേ ഉണ്ടാവുള്ളൂ. ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസിലെ കയ്യടികളുണ്ടാവും. വളരെ ഇമോഷണലി ലിങ്ക്ഡാണ് നമ്മുടെ ക്യാരക്ടർ. ഈ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പടത്തിൽ. ഓക്കെ, അത് നമ്മൾ കാണിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു നോക്കുന്നതല്ല, പക്ഷേ അത് എന്താ പറയുക, അതിനകത്ത് മയങ്ങി കിടപ്പുണ്ട് ആ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കരമായിട്ട്. വെരി വെരി മച്ച്. അവരുടെ എത്ര ഡീപ്പറാണ്, എത്ര പഴക്കമുള്ളതാണ് ഒരു ബോണ്ടിങ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പം കുറച്ചുകൂടെ അങ്ങോട്ട് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇത് രസം പോവും അല്ലേ? നരസിംഹത്തിലേക്ക് ആൾക്കാർ പോകാറുണ്ട് മാരാരെ രക്ഷിക്കാൻ അതെ അതെ അതാ ഓഡിയൻസ് അങ്ങനെ പല ചർച്ചകൾ നടത്തും. അങ്ങനെയൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഈ ഫ്രണ്ട്ഷിപ്പ് വേറെ, ആ ഫ്രണ്ട്ഷിപ്പ് വേറെ. അതൊരു പ്രാവശ്യം വന്നു പോകുന്ന ഫ്രണ്ട്ഷിപ്പാണ്. ഇത് പറയാനില്ല. ഈ പൊതുവെ പറയാറുണ്ടല്ലോ, ഒരു ക്യാരക്ടറിന്റെ വേഷം ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിലേക്ക് ഇന്നാകും, ചിലപ്പോൾ അത് കുറേയൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ 2 ദിവസമൊക്കെ സെറ്റിൽ പോയി നിന്ന് അതിലേക്കൊന്ന് മൂഡിലേക്ക് വരും എന്നൊക്കെ. ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്തായിരുന്നു? മഹേഷേട്ടൻ ഭയങ്കരമായിട്ട് നറേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ കഥ പറയുമ്പോൾ മുതൽ ചെയ്യാൻ തീരുമാനിക്കുന്നത് വരെയുള്ള ഒരു ചിന്തയുണ്ടല്ലോ. അത് നമ്മളൊരു ഗെറ്റപ്പ് ഫിക്സ് ചെയ്തു. പിന്നെ ഒരു ഗെറ്റപ്പ് ഫിക്സ് ചെയ്തു, ഒരു ലുക്ക്. പിന്നെ തന്നെ അങ്ങോട്ട് പോയി. ആദ്യം നമ്മളെടുത്ത് ഫ്ലാഷ് ബാക്കാണ്, എൻ്റെയൊക്കെ എടുത്ത് ഫ്ലാഷ് ബാക്കാണ്. പിന്നെ എനിക്ക് പിന്നെ പ്രസൻറ്റ് ആ ഭാഗത്തല്ല വരുന്നത്. ഫഹദ് നമ്മളൊക്കെ ഞാനൊക്കെ ആയിട്ടുള്ള കോമ്പിനേഷൻ. പിന്നെ ലാലുവായിട്ടുള്ള ഫ്ലാഷ് ബാക്ക് കട്ട്. ഇയാളും ലാലുവായിട്ടെടുത്ത് പ്രസൻ്റാണ് എടുത്തത്. പിന്നെയാണ് ഫ്ലാഷ് ബാക്ക് വരുന്നത്. ഫ്ലാഷ് ബാക്ക് രണ്ടാമത്തെ ഇതിലാണ് വരുന്നത്. പ്രസൻറ്റ് ഈ പറഞ്ഞ ഡാനിയൽ ജെയിംസ് നല്ല രസമുള്ള പേരാ. ഡാനിയൽ ജെയിംസ്, ഡാനി നമ്മൾ ഓ DJ അങ്ങനെ ആരും പറയുന്നില്ല. അതൊന്നും അങ്ങനത്തെ സോഫ്റ്റ്വെയർ സീൻ, നമ്മുടെ ലൈറ്റർ സീൻസ് ഇല്ല ഡാനിയലിന്. ഡാനിയൽ എപ്പോഴും ഇങ്ങനെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള സമയമല്ല പടത്തിലില്ല. മോഹൻലാലിനെ അഭിനയിപ്പിക്കാം എന്ന് സാറാണ് പറഞ്ഞത് എന്ന് പറഞ്ഞല്ലോ. അഭിനയിപ്പിക്കാൻ ട്രൈ ചെയ്ത് നോക്കാം, പുള്ളിക്ക് സമയം ഉണ്ടാവണ്ടേ. നിങ്ങൾ സംസാരിച്ചിരുന്നോ അതോ? ഞാൻ സംസാരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ എന്തിനാ പറയണ, ഡയറക്ടറിനെ നേരെ വിളിക്കായിരുന്നു. മഹേഷിന് അറിയാവുന്നതല്ലേ. നമ്മളിങ്ങനെ ആലോചിച്ചു വന്നു, സംസാരിച്ച് നോക്കാം. അപ്പോൾ അങ്ങനെ തോന്നാൻ കാരണം എന്താ? എന്തിനാ പോയിട്ട് ഹിന്ദിക്കാരെ കൊണ്ടുവന്നിട്ട് അതെ വലിയ വലിയ പേരുകളൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ വലിയ ആൾക്കാർക്ക് ഇവിടെ ഇല്ലേ? അതൊരു വലിയ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ആൾ വന്ന് ചെയ്യേണ്ട റോളാണ്. അതുകൊണ്ടാണ് അതെങ്ങനെ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ പറഞ്ഞത് ഇപ്പോൾ അന്യഭാഷ സിനിമാക്കാർ പോലും മലയാള സിനിമയാണ് ഇപ്പം. നമ്മുടെ ആൾക്കാർ മുഴുവൻ മദ്രാസിൽ താമസവും ഹൈദരാബാദിലും ഒക്കെ. അപ്പം നമ്മുടെ ആൾക്കാർ പോയിട്ട് ഈ പറയുന്ന പോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റോളുകളും സിനിമകളൊക്കെ ചെയ്യുന്നത്. അവരത് കണ്ടിട്ട് ദേ ആർ ഇംപ്രസ്ഡ് ബൈ അവർ പ്രോഡക്ട്സ് അല്ലെങ്കിൽ കോണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പം വൈ നോട്ട് വി ഇറ്റ് സെൽഫ് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇത് തകർക്കുന്ന പല ബാരിയേഴ്സ് കൂടി ഉണ്ടാവും. കാരണം ഇത്രയും വലിയൊരു സിനിമ നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് അത് തെളിയിക്കുകയാണ്, വലിയ സിനിമ മലയാളത്തിനും സാധ്യമാണ് എന്നൊക്കെ. അതൊരു വലിയ കാര്യമാണ്. ഇത്രയും വലിയ സ്കെയിലൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റും. അത് ഈ തരത്തിൽ തന്നെ അതിന് റിസൾട്ട് ഉണ്ടാവും ഒന്നുണ്ടെങ്കിൽ മലയാള സിനിമ വേറെ ലെവലാണ്. ഇത്രയും വലിയ സ്കെയിലിൽ ഇത്രയും നല്ലൊരു ക്വാളിറ്റി ഇതൊരു സ്റ്റെപ്പാണ്. ഇത് നമ്മുടെ വിചാരിച്ച പോലെയൊക്കെ ഇതിനൊരു ഫലമുണ്ടാകുകയാണെങ്കിൽ മലയാള സിനിമയുടെ വേറെ ലെവലാണ്. അയാളൊരു ടെക്നിക്കൽ ഹൈറ്റിലോട്ട് പോകും, സ്പെൻഡ് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ സിനിമ വേറെ ലെവലാവും. ഈ സിനിമ വന്നാൽ സിനിമ നമ്മൾ ഞാൻ പറഞ്ഞ സോ കോൾഡ് അത്രത്തുള്ളൊരു വലിയ സിനിമ ഫലമുണ്ട്, റിസൾട്ട് ഉണ്ടായാൽ മലയാള സിനിമയുടെ കഥ മാറും. അതുപോലെ പേറ്ററ്റിലെ വിമൺ ഭയങ്കര സ്ട്രോങ് ആണ്, വളരെ സ്ട്രോങ്. ചെറിയ ക്യാരക്ടർ പോലും സ്ട്രോങ് ആണ്. ഒന്നോ രണ്ടോ സീനിൽ വരുന്ന ആൾക്കാർ പോലും സ്ട്രോങ് ആണ്. സ്മോൾ റോൾസ്. ഇപ്പം രേവതി മാമിനെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് പാതയെ ഓർമ്മ വന്നേ. അതിനകത്ത് നക്സലൈറ്റ് ആയിട്ട് വരുന്നുണ്ടല്ലോ. നിങ്ങളും അധിക സിനിമകൾ അങ്ങനെ അല്ലേ? ഞങ്ങളൊരു 3-4 സിനിമയിലേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, മൊത്തത്തിൽ രസം ഉണ്ടായിരുന്നു എല്ലാം. നയൻതാര കുറേ നാളുകൾക്ക് ശേഷം വരികയാണ്. ഈ പിള്ളേരൊക്കെ നല്ലതാണ്.
ഈ സെറിൻ, സെറിൻ, ദർശന. ദർശന, ഗ്രേസ് ഉണ്ട്, ഗ്രേസ് ആൻ്റണി ഉണ്ട്. അതും ഈ പറഞ്ഞ പോലെ ചെറിയൊരു റോളാണെങ്കിൽ പെർട്ടിൻ ടൈമിൽ അവർ വരണം അല്ലേ? ചാക്കോച്ചനും ഫഹദിന്റെയും നിങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളാണെന്നും പിന്നെ ഒരു എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നിങ്ങളുടെ ഒരു കോമ്പിനേഷനിലേക്ക് വരുമ്പോൾ എന്തായിരുന്നു? ഒരു ആലപ്പുഴക്കാരായി അത് ഓൾറെഡി ഉള്ള കോമ്പിനേഷൻ. ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. കാരണം ടേക്ക് ഓഫിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടെങ്കിലും ഒരു സീനിൽ ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നു. പക്ഷെ ഇതിൽ ഒരുമിച്ചൊരു സ്ക്രീൻ സ്പേസ് ത്രൂ ഔട്ട് കുറേ മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. കാരണം ഫഹദിനെ ഈ പറഞ്ഞ കുഞ്ഞുനാൾ മുതലേ കാണാൻ തുടങ്ങിയിട്ടുള്ള ഒരാളാണ്, കണ്ടു പരിചയത്തിലുള്ള ഒരാളാണ്. അതുകൊണ്ട് ഫഹദ് ആസ് എൻ ആക്ടർ, ഹൗ ഹി ഇവോൾവ്, അത് കഴിഞ്ഞിട്ട് ത്രൂ ഔട്ട് ഒരു സിനിമ ചെയ്യാൻ പറയുന്നത് ആൻഡ് ദാറ്റ് ടു ഈ പറയുന്ന പോലെ മമ്മൂക്ക ലാലേട്ടൻ കോമ്പിനേഷൻ സിനിമകൾ, ഇങ്ങനത്തെ ഒരു വലിയൊരു സ്കെയിലുള്ളൊരു സിനിമ അതിൻ്റെ ഭാഗമെന്ന് പറയുമ്പോൾ ഇറ്റ്സ് സംതിങ് സ്പെഷ്യൽ. നിങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴേ മമ്മൂട്ടി മോഹൻലാൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സീനുകൾക്കുള്ള പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് പറയുന്ന പോലെ ചെയ്യുകയാണോ? അതിനുമുമ്പ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരങ്ങൾ ഉണ്ടാകാറുണ്ടോ? സാധാരണ ആൾക്കാർ സംസാരിക്കുന്ന പോലെ ഉള്ളൂ. നമ്മളൊരു അങ്ങോട്ടും ഇങ്ങോട്ടും വെയിറ്റുള്ള ആൾക്കാരായിട്ട് കണക്കാക്കാറില്ല. നമ്മൾ ഇപ്പോൾ ചാക്കോച്ചനോട് പറയും അല്ലേ, നമ്മളെ കാരണത്തുള്ള സീനുകളെല്ലാം നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് പോയില്ലേ. സിമ്പിൾ, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അപ്പോൾ പേറ്റിട്ട് 1 ഹിറ്റ് ആവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മെയ് 1 മെയ് 1 തിയേറ്ററുകൾ എല്ലാ സിനിമാ പ്രേമികൾക്കും വേണ്ടി പേട്രിയറ്റ്.